കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റർനെറ്റിൽ നെറ്റ്വർക്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പാക്കറ്റ്സിൻ്റെ റോൾ എന്താണ്, കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൻ്റെ റോൾ എന്താണ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമുക്ക് പറയണം. ഓക്കെ, പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ ഏത് ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പാക്കറ്റിൻ്റെ ഫോമിൽ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്, പാക്കറ്റ്സ് ആർ സ്മോൾ യൂണിറ്റ്സ് ഇൻ ടു വിച്ച് ഡേറ്റ ഈസ് ഡിവൈഡഡ് ബിഫോർ ട്രാൻസ്മിഷൻ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മെസ്സേജ് നമുക്ക് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തായിരിക്കും? ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും, നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും പല പല ലെങ്ത് ആയിരിക്കും, പല പല ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്കതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ വേണ്ടേ? അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യും? ഡേറ്റയെ നമ്മൾ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡേറ്റ പാക്കറ്റ്സ് ആക്കി മാറ്റും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മെസ്സേജ് എവിടെയായിരിക്കും? നമ്മൾ ഏത് ഫോമിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാക്കറ്റ് ഫോമിലായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഏത് സൈസിലുള്ള ഡേറ്റ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? എഫിഷ്യൻ്റായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പം ബെറ്ററായിട്ട് നമുക്ക് ഡേറ്റ ഒരു സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു ഡിവൈസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എഫിഷ്യൻ്റായിട്ട് വിത്തൗട്ട് എനി ലോസ് ഓഫ് ഡേറ്റ. നമുക്ക് എന്ത് ചെയ്യണം? ആ ഡേറ്റ നഷ്ടപ്പെട്ടു പോകാണ്ട് നമുക്കതിനെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആരെ യൂസ് ചെയ്യാം? എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷന് ഒരു സിഗ്നിഫിക്കൻസ് ആണ് എന്തിൻ്റെ എന്ന് പറയുന്നത്? പാക്കറ്റ് ഫോമിൽ നമ്മൾ ഡേറ്റ ഷെയർ ചെയ്യുന്നത്. പിന്നെ എറർ ഹാൻഡ്ലിംഗ്. ഇപ്പം ഒരു പാക്കറ്റ് നഷ്ടപ്പെടുവാണെങ്കിൽ ആ പാക്കറ്റിനെ നമുക്ക് അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. നമ്മൾ ആ മെസ്സേജിനെ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യേണ്ട? റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട. മെസ്സേജിനെ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പാക്കറ്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു പാക്കറ്റ് നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഫുൾ മെസ്സേജ് നമ്മൾ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കറസ്പോണ്ടിങ് പാക്കറ്റിനെ മാത്രം നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് എറർ ഹാൻഡ്ലിംഗ്. ദെൻ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എറർ അല്ലെങ്കിൽ ഇതിന് പോകുന്ന വഴിക്ക് ഡേറ്റയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റൂട്ടിംഗ് ഫ്ലെക്സിബിലിറ്റി. റൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പ്രോപ്പറായിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്ത് വിടുക. ഇപ്പോൾ നമുക്കിപ്പം ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ബ്ലോക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരെയുള്ള ആ ഒരു റൂട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ പാക്കറ്റ് ഫോമിലാണ് പോകുന്നതെങ്കിൽ നമുക്കതിനെ റൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളതിനെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, റൂട്ടിംഗ് ഫ്ലെക്സിബിലിറ്റി. പാക്കറ്റ്സ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് പാത്സ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പാക്കറ്റ് ഫോമിലായതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എന്താക്കാൻ പറ്റും? ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ തന്നെ നമ്മൾ പല പല പാത്തിൽ കൂടെ നമുക്ക് റൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതാണ് കാരണം നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ഡേറ്റ പാക്കറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഡേറ്റ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സ് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റൂട്ടിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡേറ്റ പാക്കറ്റ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പ്രശ്നം ഇല്ല. ഓക്കെ, മൾട്ടിപ്പിൾ പാക്കറ്റ്സ് ക്യാൻ ട്രാവൽ സൈമിൾട്ടേനിയസ്ലി. ഇപ്പോൾ നോർമലി ഒരു ഡേറ്റ പാക്കറ്റ് ട്രാൻസ്മിഷൻ എക്സാമ്പിളാണ് നമ്മളൊരു ഫയൽ ഒരു ഇൻ്റർനെറ്റ് ത്രൂ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്തിനാണ്? ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഫയൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെന്തിന് എക്സാമ്പിളാണ്? ഒരു പാക്കറ്റ് ഫോമിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് ടേമാണ് മീഡിയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഡേറ്റ നമ്മളിങ്ങനെ റൂട്ട് ചെയ്യും, ഡേറ്റ നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു മീഡിയം വേണം, അല്ലേ? ആ ഒരു ചാനൽ വേണം. അപ്പോൾ ആ ചാനലിൽ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? മീഡിയം അല്ലെങ്കിൽ പാത്ത് എന്ന് വിളിക്കുന്നത്. സോ മീഡിയം ഈസ് ദ പാത്ത് ത്രൂ വിച്ച് ഡേറ്റ ട്രാവൽസ് ഫ്രം സെൻറ്റർ ടു ദ റിസീവർ. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡേറ്റയെ നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു മീഡിയം, ഒരു പാത്ത് വേണം, ഒരു വഴി വേണം, അല്ലേ? അതിൽ വിളിക്കുന്ന പേരെന്താണ്? മീഡിയം എന്ന് പറയും. ഇനി മീഡിയം തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വയേർഡ് കണക്ഷൻ. അപ്പോൾ ആ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ട്വിസ്റ്റഡ് വയേഴ്സോ കോയാക്സിയൽ കേബിൾസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്, അല്ലേ? ഇനി വയർലെസ് ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വേവ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി യൂസ് ചെയ്യാം. ഇതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയർലെസ് ആയിട്ട് വിത്തൗട്ട് എ ഫിസിക്കൽ കണക്ഷൻ നമുക്ക് രണ്ട് ഡിവൈസുകളെ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മീഡിയം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ വയേർഡ് കണക്ഷൻസും ഉണ്ട്, വയർലെസ് കണക്ഷൻസും ഉണ്ട്. അപ്പം ഇനി അടുത്തത് ഈ ഒരു മീഡിയത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മുടെ നെറ്റ്വർക്കിൽ? മീഡിയം ഉള്ളതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് നെറ്റ്വർക്കിൽ? ഇറ്റ് എനേബിൾസ് കമ്മ്യൂണിക്കേഷൻ. ഒബ്വിയസ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മീഡിയം എനേബിൾസ് ദ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താലേ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. സോ വിത്തൗട്ട് എ മീഡിയം ഡേറ്റ ട്രാൻസ്ഫർ cannot be possible.
ദെൻ ഡിറ്റർമൈൻസ് ദ സ്പീഡ്. ആക്ച്വലി നമ്മുടെ ഈ ഒരു മീഡിയം ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മുടെ ട്രാൻസ്മിഷൻ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഹൈ സ്പീഡിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈബർ ഒപ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ലോവർ സ്പീഡിൽ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ വിത്തൗട്ട് ഒരു ലോസും ഇല്ലാതെ നമുക്ക് നഷ്ടപ്പെടണം. വിത്ത് ലോ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, കോപ്പർ അല്ലെങ്കിൽ കോപ്പർ കേബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഇനി റിലയബിൾ ആയിരിക്കും. കാര്യം ഇവിടെ നമുക്കൊരു മീഡിയം പ്രോപ്പർ ആണെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ചാനൽ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അധികം നമുക്ക് ടെൻഷനൊന്നും അടിക്കാണ്ട് നമുക്ക് കുറച്ച് റിലയബിളായിട്ട് നമുക്ക് വിശ്വാസ്യതയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് നഷ്ടപ്പെടുത്തില്ല. നമ്മുടെ മീഡിയം പ്രോപ്പർ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഡേറ്റ നമുക്ക് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ അഫക്ട്സ് ദ റിലയബിലിറ്റി. നമുക്ക് റിലയബിളാണ്, നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഡേറ്റ സേഫായിട്ട് ഒരിടത്തുനിന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ എൻഡിൽ അവിടെ റിസീവ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാം. ദാറ്റ് ഈസ് ദ ഡേറ്റ റിലയബിലിറ്റി. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ടേംസാണ് ഡേറ്റ പാക്കറ്റ്സ്, നമ്മൾ പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം ആൻഡ് ദ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇതെന്ന് പറയുന്നത് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡിവൈസസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ട, നമ്മൾ എൻഷുർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. സോ പ്രോട്ടോകോളിൻ്റെ ആവശ്യം എന്താണ്, പ്രോട്ടോകോൾസ് എൻഷുവേഴ്സ് ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു റൂളും ഇല്ല, തോന്നുന്ന ഡിവൈസസിന് തോന്നുന്ന സമയത്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡേറ്റ നഷ്ടപ്പെടാനും അവിടെ കുറേ സെക്യൂരിറ്റി ബ്രീച്ചസ് ഉണ്ടാകാനും ഒരുപാട് പ്രശ്നം ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സെൻഡറിനും റിസീവറിനും റൂൾസ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവിടെ എന്തുണ്ടാവും, നമുക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഡേറ്റ ഫോർമാറ്റിംഗ്. അതായത് ഡേറ്റ, ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ഈ ഒരു ഫോമിലായിരിക്കണം. എന്തും എടുത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഡേറ്റയ്ക്ക് ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ ആ റൂൾസൊക്കെ എവിടെയാണ് ഡിഫൈൻ ചെയ്തത്, ഈ പ്രോട്ടോകോൾസ് ആണ് പറയുന്നത്. ഓക്കെ, ഹൗ ഡേറ്റ ഈ സ്ട്രക്ചർ, ഡേറ്റ എങ്ങനെയായിരിക്കണം ഇരിക്കേണ്ടത്, ആ ഡേറ്റയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത്, ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന സമയത്ത് അതിന് നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടില്ലേ, ഒരു സി പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അതിനൊരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലേ. അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയ്ക്കും എന്ത് ചെയ്യണം, ഒരു ഡേറ്റ ഒരു പാക്കറ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഡേറ്റ പാക്കറ്റിന് ഒന്നുണ്ട്, ഒരു സ്ട്രക്ചറൽ പാറ്റേൺ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് എന്ത് ചെയ്യണം, ഈ പ്രോട്ടോകോൾസാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഈ പ്രോട്ടോകോൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തിനു ഹെൽപ്പ് ചെയ്യും, എറേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഡിഫൻസും എറേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ട്രാക്ക് ചെയ്ത് പ്രശ്നം എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, പ്രോട്ടോകോൾസ് ആണ്. പിന്നെ നമുക്ക് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൊടുക്കുന്ന ആ ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ നമ്മൾ ഒരു സമയത്ത് എത്ര ഡേറ്റ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ ഒരു സിറ്റിയിൽ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ ഒരു ട്രാഫിക് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അല്ലെ, ഒരു കൺട്രോൾ മെക്കാനിസം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ വണ്ടികൾ അങ്ങോട്ട് പോകുന്നു, കുറേ വണ്ടികൾ ഇങ്ങോട്ട് പോകുന്നു, അവിടെ ട്രാഫിക് ജാം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. അവിടെ ട്രാൻസ്മിഷൻ പ്രോപ്പറായിട്ട് നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് അവിടെ ഒരു കൺട്രോൾ മെക്കാനിസം ഇല്ലെങ്കിൽ. അതേസമയം ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ, നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെയുള്ള ഡേറ്റ ഫ്ലോയെ നമുക്കൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ പ്രോട്ടോകോളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ് ആ നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നോഡ്സ്, അതായത് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കി എന്താണ്, ഡിഫറെൻറ്റ് ഡിവൈസസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പോൾ അതിൽ ആ ഡിവൈസസ് തമ്മിൽ ഷെയർ ചെയ്യുന്നത് എന്തായിരിക്കും, ഡേറ്റ പാക്കറ്റ്സ് ആയിരിക്കും അല്ലേ. ആ ഡേറ്റ പാക്കറ്റ്സ്, ആ പാക്കറ്റ്സിൻ്റെ സിഗ്നിഫിക്കൻസ്, ഒരു പാക്കറ്റ് ഫോമിൽ ഡേറ്റ ഷെയർ ചെയ്യുന്നതുകൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്. ഇനി നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ എന്ത് വഴിയായിരിക്കും, ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പാത്ത് വഴിയായിരിക്കും. ആ ഒരു പാത്ത് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്കൊന്നുണ്ട്, കുറച്ച് കമ്മ്യൂണിക്കേഷൻ റൂൾസ് ഉണ്ട് അല്ലേ. നമ്മളൊരു നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസ് എങ്ങനെയാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനെ എൻറിച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത്. ഓക്കെ, അതിന് ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരെന്താണ്, റൂൾസിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോൾസ് എന്ന്. ഇതിനടുത്ത് നോർമലി ഡേറ്റ ട്രാൻസ്മിഷൻ ടൈപ്സ്, ഡേറ്റ നമുക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അതായത് ഡേറ്റ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അത് രണ്ട് ഡിവൈസസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് 3 രീതിയിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ ടൈപ്പിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിരുന്നു, സിംപ്ലെക്സ് ഉണ്ടായിരുന്നു, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ടായിരുന്നു, ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം സെക്കൻഡ് നോഡിന് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അത് ഓൾവേസ് ബി ദ റിസീവർ അല്ലേ. അപ്പോൾ ഒരു നോഡ് സെൻറ്റർ ആണെങ്കിൽ വേറൊരു നോഡ് അവിടെ റിസീവർ ആയിരിക്കും. ആ റിസീവറിന് ഒരിക്കലും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് സിംപ്ലെക്സ് എന്ന് പറയുന്നത്. ഡേറ്റ ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കീബോർഡും കമ്പ്യൂട്ടറും. നമുക്ക് കീബോർഡിൽ നിന്ന് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ കീബോർഡിലോട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണി ഡയറക്ഷനിലായിട്ട്
ടു ദ സിസ്റ്റം നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഏതെന്ന് പറയുന്നത് കീബോർഡ് എന്ന് പറയുന്നത്. ഇനി ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ രണ്ട് എൻഡും എന്ത് ചെയ്യും, ഈ ഒരു സെൻറ്റർ ആ റിസീവർ ബോർഡിൽ വർക്ക് ചെയ്യും. പക്ഷേ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരാൾ സെൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ആൾ സെൻഡിങ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഒരേ സമയത്തേക്ക് ഡേറ്റയെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റില്ല. നോക്കിക്കേ, ഡേറ്റ ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ബട്ട് വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരാൾ സെൻഡർ ആണെങ്കിൽ മറ്റേ റിസീവർ മോഡിലായിരിക്കും. ഇനി രണ്ടാമത്തെ ആൾക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ആൾ സെക്കൻഡ് ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ ആൾ റിസീവ് ചെയ്യുന്ന സമയത്ത് വേണം ഈ നെക്സ്റ്റ് സെൻറ്റർ ആക്റ്റീവ് ആവാൻ. അതായത് ഒരാൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് വേറൊരാൾക്കും കൂടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരാൾ സെൻറ്റർ ആവുകയാണെങ്കിൽ മറ്റൊരാൾ റിസീവർ ആയിരിക്കും. ഒരാൾ റിസീവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആൾക്ക് വീണ്ടും എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷേ പാരലൽ അല്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വേറൊരാൾക്ക് ഈ പ്രോസസ്സിലേക്ക് ആക്റ്റീവ് ആവാൻ പറ്റത്തുള്ളൂ. ഡേറ്റ ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും, ബട്ട് വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ ഹോക്കി ടോക്കി ഇല്ലേ, അപ്പോൾ അതിൽ ഒരു സമയത്ത് ഒരാൾ മാത്രം സംസാരിക്കുന്നതേ ആക്റ്റീവ് ആവത്തുള്ളൂ അല്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ ഡ്യൂപ്ലെക്സ്. അപ്പം സിംപ്ലെക്സ് ഉണ്ടായിരുന്നു, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ടായിരുന്നു, ഫുൾ ഡ്യൂപ്ലെക്സ്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2-way കമ്മ്യൂണിക്കേഷൻ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൻറ്റർ ആവാം, അതുകൊണ്ട് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് അവർക്ക് റിസീവറായിട്ടും വേണമെങ്കിലും ആക്ട് ചെയ്യാം. ഡേറ്റ ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോഴേക്കും ഞാൻ സംസാരിക്കും, എൻ്റെ നെക്സ്റ്റ് എൻഡിലുള്ള ആൾക്ക് സംസാരിക്കണമെങ്കിൽ ആൾ സംസാരിക്കും. രണ്ടുപേർക്കും ഒരേ സമയം സംസാരിച്ചാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും പറ്റും. അതായത് രണ്ടുപേരും സൈമൾട്ടേനിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എവിടെ പറ്റും, ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനിൽ പറ്റും. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ 3 രീതിയിലാണ് ഈ ഒരു നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ ട്രാൻസ്മിഷൻ ടൈപ്പ് 2 രീതിയിലുണ്ടെന്ന് പറയാം. എന്തൊക്കെയുള്ളത്, ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിൽ സിംപ്ലെക്സ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്. ഇനി സിസ്റ്റർ സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അരിത്തമാറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ASCP ഉണ്ട്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. യു ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ ഓൾസോ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഡേറ്റ ട്രാൻസ്മിഷൻ ടൈപ്സ് ഇൻ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ. അതായത് സിംപ്ലെക്സും ഹാഫ് ഡ്യൂപ്ലെക്സും ഫുൾ ഡ്യൂപ്ലെക്സും. ഇനി ഇത് തന്നെയാണ് സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ ഡ്യൂപ്ലെക്സ് എന്താണെന്നുള്ളത് സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവമില്ല, അത് തന്നെ എഴുതിയിരുന്നാൽ മതി. ദെൻ ബ്രീഫ്ലി അക്കൗണ്ട് ദ കീ കമ്പണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അടുത്ത ചോദിച്ചേക്കുന്നത് എന്താണ്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്. ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്ന ആരെയാണ്, ഡിഫറെൻറ്റ് ഡിവൈസസുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു നെറ്റ്വർക്ക് വരുന്നത്. അപ്പോൾ ആ ഡിവൈസസിനെ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ടേമിൽ വിളിക്കുന്ന പേരെന്താണ്, നോഡ്സ് എന്ന് വിളിക്കും. നോഡ്സ് അത് നമ്മുടെ കമ്പ്യൂട്ടർ ആകാം, നമ്മുടെ മൊബൈൽ ഫോൺ ആകാം, നമ്മുടെ സ്മാർട്ട് വാച്ച് ആകാം, വാട്ട് എവർ ഇറ്റ് ഇസ്, ഏത് ഡിവൈസ് വേണമെങ്കിലും ഒരു നോഡായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ എൻ പോയിന്റ്സ് ഇൻ എ നെറ്റ്വർക്ക് യൂസ്ഡ് ഫോർ സെൻഡിങ്, റിസീവിങ് ആൻഡ് പ്രോസസ്സിങ് ഡേറ്റ. അപ്പോൾ ഡേറ്റയെ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ എൻ പോയിന്റ്സിന് വിളിക്കുന്ന പേരെന്താണ്, നോഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസസ് എന്ന് വിളിക്കും. കമ്പ്യൂട്ടർ എക്സാമ്പിളാണ്, ലാപ്ടോപ്പും സ്മാർട്ട് ഫോൺസും സ്മാർട്ട് വാച്ചസും ഒക്കെ എക്സാമ്പിളാണ്. ഇനി അടുത്ത ഡേറ്റ, ഒരു 2 സിസ്റ്റംസ് ഉണ്ട്. 2 സിസ്റ്റംസ് തമ്മിൽ നെറ്റ്വർക്കിൽ കണക്ട് ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്ത് ചെയ്യണം, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ട്രാൻസ്മിഷൻ മീഡിയം വേണം അല്ലേ. സോ നമ്മൾ മീഡിയം, ട്രാൻസ്മിഷൻ പാത്താണ് നമ്മളുടെ മീഡിയം എന്ന് പറയുന്നത്. അത് വയേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കാം, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ഒരു നെറ്റ്വർക്കിൽ ഒരു ഡിവൈസിനകത്ത് നെറ്റ്വർക്ക് കണക്ഷൻ കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ഹാർഡ്വെയർ പോർഷൻ വേണം. അത് വിളിക്കുന്ന പേരെന്താണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC. ഹാർഡ്വെയർ ദാറ്റ് കണക്ട്സ് എ ഡിവൈസ് ടു ദ നെറ്റ്വർക്ക്. നമ്മുടെ ഡിവൈസിലെ നെറ്റ്വർക്ക് കണക്ഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം, ഒരു NIC, ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കണം. ഇതിനടുത്ത് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. ഇനി നമുക്ക് ശരിക്കും ഇതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക്, ഒരു കണക്ഷൻ, 2 ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്ത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നെറ്റ്വർക്കിംഗ് ഡിവൈസസ് വേണം. സോ ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ് റൗട്ടർ അല്ലെങ്കിൽ റൂട്ടർ, സ്വിച്ച് ഉണ്ട്, ഹബ് ഉണ്ട്. ഓക്കെ, സ്വിച്ച് ഹബ് എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റാർ ടോപ്പോളജിയിൽ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിഫറെൻറ്റ് ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ആക്ച്വലി നമുക്ക് ആ ഒരു ഡിവൈസിനകത്ത് ഡേറ്റ ഷെയർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സെൻറ്ററും ഒരു റിസീവറിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഒരു സെൻറ്റർ അയക്കുന്ന ഡേറ്റ കറസ്പോണ്ടിങ് റിസീവറിന് മാത്രമേ സെൻഡ് ചെയ്യത്തുള്ളൂ. അതേസമയം ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മെക്കാനിസമാണ് എവിടെ വർക്ക് ചെയ്യുന്നത്, ഹബ്ബിൽ വർക്ക് ചെയ്യുന്നത്. ഒരു സെൻറ്റർ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണെങ്കിൽ, ആ ഒരു നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യുവാണെങ്കിൽ ഹബ് എന്ത് ചെയ്യും, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസിലേക്കും എന്ത് ചെയ്യും, ഡേറ്റ ഷെയർ ചെയ്യും. ഇത് നമ്മളൊരു ഷോർട്ട് ക്വസ്റ്റനായിട്ട് ചോദിച്ചേക്കുന്നതുകൊണ്ടാണ് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് മാത്രം എഴുതിയേക്കുന്നത്. അപ്പോൾ റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. നമുക്കിപ്പം ഒരു ലാനിനെയും മാനിനെയും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണക്ഷൻ
മീഡിയമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരെയായിരിക്കും? ഒരു റൗട്ടറിനെ ആയിരിക്കും. ഇപ്പോൾ സെയിം നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വിച്ചസോ ഹബ്ബോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യും? റൂട്ടർ യൂസ് ചെയ്യും. ഇനി ഒരു സിംഗിൾ നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? സ്വിച്ച് യൂസ് ചെയ്യും. സ്വിച്ചിനെ യൂസ് ചെയ്യാം, ഹബിനെ യൂസ് ചെയ്യാം. ഇനി സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്മാർട്ട് ഡിവൈസ് ആയിരിക്കും, അതായത് ഡെസ്റ്റിനേഷൻ സ്പെസിഫിക് ആയിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്ന ഡിവൈസസിന് വരുന്ന ഡേറ്റ എല്ലാം ആ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസിലേക്കും എന്ത് ചെയ്യും? ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇതെന്ന് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു 3 വേർഡ് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെറുതാക്കി എഴുതിയിരിക്കുന്നത്. ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് റിവിഷൻ ക്ലാസ്സസിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നെറ്റ്വർക്കിൽ ആദ്യം എന്ത് വേണം? നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിവൈസസ് വേണം. ആ ഡിവൈസസ് കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റ ഷെയർ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു പാത്ത് വഴിയായിരിക്കും. അതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. അത് വയർഡ് ആയിരിക്കാം അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കാം. ഇനി കമ്മിങ് ടു ദ ഡിവൈസിനകത്തൊരു NIC ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഡിവൈസ് കണക്ട് ആവത്തുള്ളൂ. ഇനി നമ്മൾ നെറ്റ്വർക്കിലോട്ടൊരു ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് റൗട്ടേഴ്സും സ്വിച്ചസും ഹബ്ബും എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു നെറ്റ്വർക്കിൻ്റെ